പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 വാക്യങ്ങൾ, 2-ാമത്തെ 7-ാമത്തെ വാക്യത്തിൻ്റെ പകുതി ഭാഗം നമുക്ക് വായിച്ച് ധ്യാനം തുടങ്ങാം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. മതി. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. ഏതാണ് ആ മൂലക്കല്ല്? കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തുവാണ് ആ മൂലക്കല്ല്. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യത ഉണ്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ ദൂതനെ വിവരിക്കാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ദൈവം തരുന്ന പല അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിച്ചു പോകേണ്ടതായ പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. പക്ഷെ ഒരു കാലത്തും നീ ലജ്ജിച്ചു പോകത്തില്ല. അത് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പാണ്. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ലജ്ജിച്ചു പോകാൻ, മറ്റുള്ള മുമ്പിൽ തല കുനിക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രവചനം ഞാൻ ഇന്ന് തുടക്കത്തിലേ പറയാം. സാഹചര്യം അങ്ങനെ നിൽക്കും, പക്ഷെ നീ ലജ്ജിച്ചു പോകത്തില്ല. അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യം പൗലോസ് പറയുന്നത്, വിശ്വാസമുള്ള ഞാൻ വിശ്വാസം പറയുമെന്ന. വിശ്വാസമുള്ള ഞാൻ വിശ്വാസം പറയും. ആ വാക്യം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് എന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. റെഫറൻസ് എന്ന് പറയാ പാസ്റ്ററെ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? സംസാരിക്കണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വിശ്വാസം ഉണ്ട്, സംസാരിക്കണം എന്ന് പറ. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പൊ ദൈവമക്കളോട് ഞാൻ പറയാം, ലജ്ജിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവരെല്ലാം വിശ്വാസത്തിന്റെ വാക്ക് സംസാരിക്കണം. വിശ്വാസത്തിന്റെ വാക്ക് നടക്കാൻ 1% സാധ്യതയില്ലാത്ത വിഷയത്തിൽ ആര് വിശ്വാസം സംസാരിക്കുന്നോ അവനോട് ദൈവം സംസാരിക്കുക. നീ ധൈര്യമായി വിശ്വസിച്ചോ, ധൈര്യമായി സംസാരിച്ചോ, നീ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം പൂർണ്ണമായിട്ട് പറയാൻ പോവാ. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായിട്ടും മറിയ പാദത്തിൽ നിന്ന് പറയുക, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെനിക്ക് സംഭവിക്കത്തില്ലായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു കാര്യം പറയാം. മരിച്ച് നാറ്റു വെച്ച് 4 ദിവസമായിട്ടും മരിക്കാത്ത വിശ്വാസമുള്ളവൾ, അവൾ യേശുവിനോട് പറയാ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും നിനക്ക് അത് കഴിയും. ഒരാമയും വരുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സാധ്യതയില്ലാത്തടത്ത് വിശ്വാസം പറയാൻ
ഓ യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞൊരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പം എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ നമ്മളോട് പറയുന്ന ഒന്നും പൊതുവെ പറയല്ലെന്നാ. എന്നാലും അങ്ങ് പറഞ്ഞു പോവുക. ഇനി അതുകൊണ്ട് വരുന്ന അബദ്ധങ്ങളൊക്കെ അങ്ങ് വരട്ടെ. എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എനിക്ക് കണ്ടോ, എല്ലാവരുടെയും മോഹം തെളിഞ്ഞു കണ്ടോ. നിങ്ങൾക്ക് കുറവുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കല്ലിപ്പിച്ച് നോക്കും. എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുവാ കുറവ്? എന്തുവായാലും പരിഹരിക്കാം. നീ വിശ്വാസം പറയുന്നില്ലെന്നൊരു കുറവ് ഇപ്പം നിനക്കുണ്ട്. ഞാൻ തിരിഞ്ഞു നിന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കയറി വന്നതെല്ലാം വിശ്വാസം പറഞ്ഞും വിശ്വാസം പഠിപ്പിച്ചുവാ. ഒരാമയും പറയണം. ഹല്ലേലൂയ. അപ്പം ഈ കുറച്ച് ദിവസമായിട്ട് എന്നോട് കർത്താവ്, അതുകൊണ്ട് ഞാൻ ഈ എപ്പോഴും വിശ്വാസം പറയുക. അപ്പം അങ്ങനെ ഞാൻ വിട്ടിരിക്കുന്ന ചിലരോട് പറയുക, ഇന്ന് തൊട്ട് നീ വിശ്വാസം പറയണം. നിന്റെ സന്തതിയെ നോക്കി വിശ്വാസം പറയണം. നിന്റെ വീടിനെ നോക്കി വിശ്വാസം പറയണം. കാരണം നീ വിശ്വസിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ പറയുന്ന ഭാഗം ആ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളൊന്ന് വായിച്ച് കേൾക്കാൻ പോവാ. എന്നിട്ട് ദൂതിലേക്ക് വരാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ സംസാരിക്കുന്നത് ആരാണ്? വിശ്വാസത്തിന്റെ അതേ ആത്മാവുള്ളവർ, വിശ്വാസമുള്ളവർ സംസാരിച്ചു തുടങ്ങണം. ഒരു സാധ്യതയുമില്ല, പക്ഷെ വിശ്വാസം പറഞ്ഞു തുടങ്ങാൻ പോവാ. ഈ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പൗലോസ്ലീഹയാ വിശ്വാസം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഈ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ ആരെ വിശ്വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഒരു ദൈവ പൈതൽ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവൻ വിശ്വസിക്കണം, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുക, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്ന നീ ലജ്ജിച്ചു പോകയില്ല. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:20 നീ ഒന്നിലും ലജ്ജിച്ചു പോകയില്ല. ഒന്ന് പറഞ്ഞേ, ഒന്നിലും. ഓ എന്താ ഉറപ്പാ? വർത്താനം കേട്ടിട്ട് ഒരു ഉറപ്പും ഇല്ലല്ലോ. ഒന്ന് പറഞ്ഞേ, ഒന്നിലും ലജ്ജിച്ചു പോകത്തില്ല. ഒരു കാര്യത്തിലല്ല, ഒന്നിലും. ഇനി നോക്കി, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യം കേട്ടു, ഹമി 2:26 നീ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. എന്തുവാ? അപ്പൊ നമുക്കൊന്ന് പറയാം, ഒന്ന്, ലജ്ജിച്ചു പോകത്തില്ല. ഒന്നിലും ലജ്ജിച്ചു പോകത്തില്ല. ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഇനി ഞാൻ 1-2 ആത്മിക വെളിപ്പാട് പറയാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പദം, ഇന്ന് 3 പദം തൊടാനാണ് പ്ലാൻ ചെയ്യുന്നത്. എത്രയും പോകുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ പദം, നീ ലജ്ജിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുവെച്ച് പറ, നീ ലജ്ജിക്കത്തില്ല. സ്തോത്രം. ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രവചന ദൂത് പറയാം. നടക്കാൻ പോകുന്ന ഒരു പ്രവചന ദൂത്. സ്തോത്രം. ഈ ഞാൻ 30 വർഷത്തിലധികമായി കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട്, ഗ്ലോറി, ലജ്ജിക്കത്തക്ക 100 സാഹചര്യങ്ങൾക്കിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. ഒരാമയും പറഞ്ഞ അതെൻ്റെ സാക്ഷ്യമാണ്. വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഗ്ലോറി ടു ഗോഡ്. നീ ലജ്ജിക്കുമെന്ന് കാത്തിരിക്കുന്ന ചിലരുണ്ട്. അവരുടെ മുമ്പിൽ നീ ലജ്ജിക്കത്തില്ല.